അതുപോലെയല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമല്ലേ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലുണ്ടാവുന്ന കേരളത്തിലാകെ ഉണ്ടായിട്ടുള്ള ഒരു പ്രതിഭാസം ഇടുക്കി ജില്ലയിലും ബാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സ്ഥിതികളെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വം വളരെ വ്യക്തമായ നിലപാട് പറയും. അതിന് വ്യത്യസ്തമായി ഇടുക്കി ജില്ലയുടെ ഏതെങ്കിലും പ്രത്യേകമായ സവിശേഷമായ സാഹചര്യം ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണമായി ഇപ്പം വിലയിരുത്താൻ കഴിയില്ല. തീർച്ചയായും തെരഞ്ഞെടുപ്പിന്റെ സ്ഥിതി സംബന്ധിച്ച് പരിശോധിക്കും. പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള കുറവുകൾ ഏതാണെന്ന് കണ്ടെത്തും, പരിഹരിക്കപ്പെടും. തെരഞ്ഞെടുപ്പിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല CPM-നെ സംബന്ധിച്ച്. CPM ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ സമരം എന്ന രൂപത്തിൽ തെരഞ്ഞെടുപ്പെ കാണുന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങൾ ജനങ്ങൾ അവതരിപ്പിക്കുന്നു. അതിന് മേൽക്കൈ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടൊരു പ്രതികരണത്തിനപ്പുറമായി ഈ തെരഞ്ഞെടുപ്പെ കാണേണ്ടതില്ല. കേരളത്തിലാകെ ഉണ്ടായിട്ടുള്ള തിരിച്ചടിയുണ്ടല്ലോ, സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വമാണ് അഭിപ്രായം പറയേണ്ടത്, അവർ ആധികാരികം പറയേണ്ടത്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള പരാജയത്തിന്റെ കാരണങ്ങൾ എന്താണെന്ന് തീർച്ചയായും പരിശോധിക്കും. പരിശോധിക്കുന്ന അടിസ്ഥാനം എന്ന് പറയാൻ പറ്റില്ല. ഭരണവിരുദ്ധ വികാരമാണ് ഇത്തരം സീറ്റിലേക്ക് വരാൻ പറ്റില്ല. LDFന്റെ അങ്ങനെ ഭരണവിരുദ്ധ വികാരമായ ഒരു വലിയ ട്രെൻഡായി ഉയർന്നു വന്നതിന്റെ അടിസ്ഥാനം പറയാൻ പറ്റില്ല. അതൊക്കെയാണ് പറയേണ്ടത് പാർട്ടി സംസ്ഥാന നേതൃത്വം. ഞാൻ ഇടുക്കി ജില്ലയുടെ കാര്യത്തിൽ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഭൂപ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ്. നിർമ്മാണ നിരോധനം പിൻവലിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടും ജനം ഉൾക്കൊള്ളാത്ത എന്താണെന്ന് ജനങ്ങളുടെ ജീവിതാനുഭവത്തിൽ അവര് മനസ്സിലാക്കിക്കൊണ്ട് തിരുത്താൻ തയ്യാറായിക്കോളൂ. അല്ലാതെ അത് ജനങ്ങൾ മുമ്പ് പറഞ്ഞല്ലോ, ജനങ്ങളാണ് തിരുത്തേണ്ടത്. ജനങ്ങൾക്കും ജനങ്ങളുടെ ജീവിതാനുഭവത്തിൽ അവരും തിരുത്തേണ്ട കാര്യം ഉണ്ടാവും. ആ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.